നമസ്കാരം, ഞാൻ അശോക് നാരായൺ. നിങ്ങളുടെ ജീവിതം ഒരു പുഴ പോലെ ശാന്തമായും എന്നാൽ ശക്തമായും ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ? അതോ ഒഴുക്കെല്ലാം നിലച്ച് മുന്നോട്ട് പോകാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വഴിമുട്ടി നിൽക്കുകയാണോ? പലപ്പോഴും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ഇതിനെല്ലാം ഉത്തരം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ, നിങ്ങളുടെ ചക്രകൾക്കുള്ളിൽ തന്നെയുണ്ട്. ഇനി എന്താണ് ഈ ചക്രകൾ? അതായത് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ബോധത്തെ, ആത്മാവിനെ ഒക്കെ ഈ പ്രപഞ്ചവുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന ഊർജ കേന്ദ്രങ്ങളാണ് ചക്രകൾ. അതായത് ടവറിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ കൃത്യമായിട്ട് സ്വീകരിച്ച് നിങ്ങളുടെ മൊബൈലിലെ ആവശ്യത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിഗ്നലുകളെ യഥാക്രമം ആ ടവറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ആൻറ്റിന ആയിരിക്കും, നിങ്ങളുടെ മൊബൈലിലെ ആൻറ്റിന ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ആൻറ്റിന അങ്ങോട്ട് മൂടപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, എന്താ സംഭവിക്കുക? ഈ പറയുന്ന ടവറിൽ നിന്ന് കൃത്യമായിട്ട് സിഗ്നൽ റിസീവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഫോണിൽ നിന്ന് സിഗ്നലുകളെ പുറത്തേക്ക് ഒഴുക്കാനും പറ്റില്ല, ടവറിലേക്ക് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫോൺ വളരെ മോശം പ്രകടനം കാഴ്ചവെക്കും. ഈ സാഹചര്യത്തിൽ എന്താണ് പ്രതിവിധി? നിങ്ങളുടെ മൊബൈലിലെ ആൻറ്റിന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തന സജ്ജമാക്കുക. ക്ലീൻ ചെയ്യാനുള്ളതാണെങ്കിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആ ബ്ലോക്കിന് കാരണമെന്ന് വെച്ചാൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഏറ്റവും ഭംഗിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ശരീരവും മനസ്സും ബോധവും ആത്മാവും പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, പ്രപഞ്ചത്തിൽ നിന്ന് ഊർജത്തെ സ്വീകരിക്കുന്ന, അതുമല്ലെങ്കിൽ നിങ്ങളിൽ അധികമായിട്ട് നിലനിൽക്കുന്ന ഊർജത്തെ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഒഴുക്കിക്കളയുന്ന ഒരു ധർമ്മം കൂടിയുണ്ട് ഈ ഊർജ കേന്ദ്രങ്ങൾക്ക് അഥവാ ചക്രകൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചക്രകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബ്ലോക്കുകൾ സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പല വ്യക്തികളിലും പല സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പക്ഷേ വല്ലാത്ത അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, അതുപോലെ ശാരീരികമായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ. പലപ്പോഴും മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ അസുഖമൊഴിഞ്ഞിട്ട് നേരമില്ല. ഇനിയുമുണ്ട് ആത്മീയമായിട്ടുള്ള ചില ബന്ധനങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകൾ. പലപ്പോഴും ഈ അവസ്ഥകൾക്കെല്ലാം അടിസ്ഥാന കാരണമായിരിക്കുന്നത് ഈ ചക്രകളുടെ കൃത്യമായിട്ടുള്ള സന്തുലനമില്ലായ്മയാണ്. അങ്ങനെയാണെങ്കിൽ ശരിയായ വിധത്തിലുള്ള ധ്യാന രീതികളിലൂടെ ഈ ചക്രകളെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അവയുടെ പ്രവർത്തനം കൃത്യമായിട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ സാധിക്കും. അതിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് ചക്ര മെഡിറ്റേഷൻ. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ അടിഭാഗം മുതൽ തലയുടെ മുകൾ ഭാഗം വരെയുള്ള 7 പ്രധാന ഊർജ കേന്ദ്രങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണത്. നമുക്കറിയാം, ഒരു യന്ത്രം ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിലെ ഗിയറുകൾ, അതിലെ വീലുകൾ കൃത്യമായിട്ട് കറങ്ങേണ്ടതുണ്ട്. അതിന് ശരിയായ വിധത്തിലുള്ള ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്, ശരിയായ വിധത്തിൽ അവയെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് അവയെ പരിപാലിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വിജയം, സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, ആത്മീയ ഉയർച്ച എന്നിവയെല്ലാം ഈ പറയുന്ന 7 ചക്രങ്ങളുടെ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ശരിക്കും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓരോ ചക്രവും ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചക്രകളെ ബാലൻസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ശാരീരികമായിട്ട് ചില ഗുണങ്ങൾ ഉണ്ടാവും. അതായത് വിട്ടുമാറാത്ത ക്ഷീണം, ദഹന പ്രശ്നങ്ങൾ, നടുവേദന തുടങ്ങി പല വിധത്തിലുമുള്ള ശാരീരിക അസ്വസ്ഥതകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. ശരീരത്തെ ശരിക്കും ഊർജ്ജസ്വലമായിട്ട് നിലനിർത്തും. ഇനി മാനസികമായിട്ടുള്ള ഗുണങ്ങളെ നോക്കുകയാണെങ്കിൽ അനാവശ്യമായ പേടി, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ,
അതുപോലെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ, ഇതിനെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് പരിഹരിച്ച് വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാൻ ചക്ര മെഡിറ്റേഷനിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മനസ്സിനെ തികഞ്ഞ സന്തുലിത അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അത്രമാത്രം ശാന്തവും സമാധാനപൂർണവുമായിട്ടുള്ള അവസ്ഥ, തികച്ചും ആനന്ദകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇവയെല്ലാം വീണ്ടെടുക്കാനും നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ പലരും പറയാറുണ്ട്, പല വിധത്തിലുള്ള ധ്യാന രീതികളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴും മനസ്സിന് വേണ്ടത്ര ഏകാഗ്രത ലഭിക്കുന്നില്ല എന്ന്. ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കും. മാത്രമല്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ധ്യാന രീതികളെ അവലംബിച്ചു കൊണ്ടിരിക്കുകയും അവിടെ വേണ്ടത്ര ഏകാഗ്രത കിട്ടാത്തത് കൊണ്ട് മാത്രം അവയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഏകാഗ്രത വളരെയധികം വർദ്ധിക്കും. നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ള ധ്യാന രീതികൾ 10 മടങ്ങ് ഫലപ്രദമാവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ആത്മീയ ഗുണങ്ങളെ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നമ്മളിലെ നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് നമുക്ക് പ്രപഞ്ചവുമായിട്ടുള്ള, പ്രപഞ്ചബോധവുമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, അതിലൂടെ വളരെയധികം ഉൾക്കാഴ്ചകളെ നേടാൻ, അസാധാരണമായ വിധത്തിലുള്ള ആത്മീയ അനുഭവങ്ങളെ കൈവരിക്കാൻ ചക്ര മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഇതിലൂടെ നിറഞ്ഞ ആന്തരിക സമാധാനത്തെ കണ്ടെത്താനും അനുഭവിച്ചറിയാനും സർവോപരി നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ, യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനും ചക്ര മെഡിറ്റേഷൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തമാക്കും. ഇനി ചക്ര മെഡിറ്റേഷനിലൂടെ എങ്ങനെയാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നത്? പലർക്കും ഇത് ഒരു അത്ഭുതമായിട്ട് തോന്നും, അല്ലെങ്കിൽ അതിശയോക്തിയായിട്ട് തോന്നും. ഒരു ധ്യാനം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക അവസ്ഥയെ അല്ലെങ്കിൽ മണി ബ്ലോക്കുകളെ മാറ്റിയെടുക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് മൂലാധാര ചക്ര അഥവാ റൂട്ട് ചക്ര, അതുപോലെ സ്വാധിഷ്ഠാന ചക്ര, മണിപൂരക ചക്ര, ഇതെല്ലാം നമ്മുടെ സമ്പത്ത്, സമൃദ്ധി, അതുപോലെ ശാന്തമായിട്ടുള്ള ജീവിതം, ഭൗതിക നേട്ടങ്ങൾ, ആന്തരിക സമാധാനം, അതുപോലെ തന്നെ ആരോഗ്യകരമായ ബന്ധങ്ങൾ, ഇതിനെല്ലാം ഉണർത്താനുള്ള, ഉയർത്താനുള്ള അസാധാരണമായിട്ടുള്ള കഴിവുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ ചക്രകൾ ഒന്ന് ബ്ലോക്ക് ആവുന്നതിലൂടെ അല്ലെങ്കിൽ അവയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നതിലൂടെ ഈ പറഞ്ഞ ഭൗതിക സാഹചര്യങ്ങളെല്ലാം താറുമാറായി പോകും. അതായത് നിങ്ങളുടെ സമ്പത്ത്, സമൃദ്ധി, ബന്ധങ്ങൾ, ഇവയെല്ലാം പ്രശ്നപൂരിതങ്ങളാകും, രൂക്ഷമായ അസ്വസ്ഥതകളിലേക്ക് വഴുതി വീഴും. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം കരകയറാൻ, ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ, സാമ്പത്തിക അവസ്ഥ കൂടുതൽ ശക്തമാക്കാൻ, നിങ്ങളുടെ ജോലി, ബിസിനസ്, അതുപോലെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ, ഇവയെല്ലാം കൂടുതൽ ശക്തവും ദൃഢവും ആരോഗ്യകരവുമാക്കാൻ തീർച്ചയായും ചക്ര മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. ആത്മീയ തലം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് നെഗറ്റീവ് എനർജികളുടെ, മറ്റ് പ്രതികൂല ഊർജങ്ങളുടെ ഇടപെടൽ, അതായത് നമ്മൾ സാധാരണ പറയാറില്ലേ ദൃഷ്ടിദോഷം, ആഭിചാരം, ഭ്രാക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറില്ലേ, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു നെഗറ്റീവ് എനർജി, പ്രതികൂല ഊർജം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇവയെല്ലാം സാധാരണഗതിയിൽ സ്വാധീനിക്കുന്നത് ഈ പറയുന്ന ചക്രകളുടെ പ്രവർത്തനങ്ങളെയാണ്. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഇവയെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകും. ഈ പറയുന്ന ഏതൊരു നെഗറ്റീവ് എനർജി ആയാലും, നമ്മൾ സാധാരണ ബാധ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയില്ലേ, അത്തരം കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞു പോകും. കാരണം നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ഈ പ്രപഞ്ചവുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മറ്റ് ഊർജ്ജങ്ങൾക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നുകിൽ അവ പ്രപഞ്ചത്തിലേക്ക് ലയിക്കും, ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യും.
അതായത് വൃത്തിഹീനമായ സാഹചര്യങ്ങളുമായിട്ട് ഇടപെട്ട് നമ്മുടെ ശരീരം വിയർത്ത് അഴുക്കും ചെളിയുമെല്ലാം പറ്റി ദുർഗന്ധപൂരിതമായിരിക്കുന്ന സമയത്ത് നല്ല ഒരു സോപ്പ് തേച്ച് നന്നായിട്ടൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു വൃത്തിയുണ്ടല്ലോ, അതിലൂടെ നമ്മൾ ആർജിക്കുന്ന ശാരീരികമായ ഒരു സുഖവും സമാധാനവും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ചക്ര മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സിനെയും ബോധത്തെയും ആത്മാവിനെയും ഒക്കെ അസാധാരണമായ വിധത്തിലുള്ള പരിവർത്തനങ്ങളിലേക്ക് നയിക്കും. ഇനി ഇതെന്തിനാണ് സാധാരണ വ്യക്തികൾ ചെയ്യുന്നത്? ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹിമാലയത്തിൽ പോയി ധ്യാനിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് തികച്ചും സാധാരണക്കാരായ ഏതൊരു വ്യക്തികൾക്കും ചെയ്യാം. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, അങ്ങനെ നിങ്ങൾ ആരായാലും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഇത് നിങ്ങളെ വല്ലാതെ സഹായിക്കും. അതുപോലെ ദേഷ്യം നിയന്ത്രിക്കാൻ, മാനസിക സമ്മർദ്ദങ്ങളെയും സംഘർഷങ്ങളെയും നിയന്ത്രിക്കാൻ, ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തെ നോക്കിക്കാണാൻ, ഇവയ്ക്കെല്ലാം ഒരു സാധാരണ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൂടിയാണ് ചക്ര മെഡിറ്റേഷൻ. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ഏതൊരു വ്യക്തിക്കും വളരെ മനോഹരമായിട്ട് ഇത് പരിശീലിക്കാൻ പാകത്തിനുള്ള 8 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ശാസ്ത്രം, മനഃശാസ്ത്രം, ആത്മീയത ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് സമന്വയിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോന്നും എന്താണ്, എന്തിനാണ് എന്ന് ശരിയായിട്ട് തന്നെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നമുക്ക് ചക്ര മെഡിറ്റേഷൻ പരിശീലിക്കാം. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ആവശ്യമെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സും ലഭ്യമാവും. ഇതിനെല്ലാം പുറമെ ഈ ഒരു ധ്യാന രീതി പരിശീലിക്കുന്ന വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആത്മാക്കളോടൊപ്പം, അനുഗ്രഹീതരായ കുറേയധികം വ്യക്തികളോടൊപ്പം നിങ്ങൾക്ക് സഹയാത്രികരാകാനുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരവസരവും ഇതിലൂടെ ലഭിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, നല്ല വ്യക്തികളോടൊപ്പം ചേർന്ന് നിന്നാൽ അതിലൂടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാര വിചാരങ്ങൾ, നമ്മുടെ ആത്മീയ ഉന്നമനം ഇതെല്ലാം വളരെ കൃത്യമായ പാതയിലേക്ക് നയിക്കപ്പെടും. ഒരുപാട് കാലത്തെ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഉൾക്കാഴ്ചകളും അനുഭവ സമ്പത്തുമെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ അനുഗ്രഹീത പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ പങ്കെടുക്കാനും ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ വാട്സപ്പിലോ ഫോണിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയിലും നമ്മൾ ഓരോ ചക്രയെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും അവയെ പ്രായോഗികമായിട്ട് ഉണർത്തുകയും ചെയ്യും. 8ാമത്തെ ആഴ്ചയോടുകൂടി എല്ലാ ചക്രകളെയും കൂട്ടിയിണക്കി ഒരു സമ്പൂർണമായ സന്തുലിതാവസ്ഥയെ കൈവരിക്കും. ഇത് കേവലം ഒരു ധ്യാനരീതി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മാറ്റിമറിക്കുന്ന അതിശക്തമായ ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ കൂടിയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തുക സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അത്ഭുതകരമായിട്ട് മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ 8 ആഴ്ചത്തെ യാത്രയിൽ നമ്മളോടൊപ്പം ചേരുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇതിനോടകം ഒട്ടനവധി പേരിലെ അത്ഭുതകരമായ പരിവർത്തനം സംഭവിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ പരിശീലനത്തിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ പങ്കെടുത്തതിൻ്റെ അനുഭവം വിശദമായിട്ട് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കാരണം ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു പുതിയ വെളിച്ചം നൽകാൻ നിങ്ങളുടെ വാക്കുകൾ കാരണമായേക്കാം.
അപ്പോൾ ഈ പരിശീലനത്തിലൂടെ പരസ്പരം കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.